അടുത്ത ദിവസം രാവിലെ കോളേജിലേക്ക് ബൈക്ക് ഓടിക്കുമ്പോഴും ആകാശിൻ്റെ മനസ്സിൽ ആ കടലാസ് തോണിയും അതിലെ അക്ഷരങ്ങളുമായിരുന്നു. തണുത്ത കാറ്റേറ്റ് വണ്ടി ഓടിക്കുമ്പോൾ അവൻ അറിയാതെ തൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലെ പോക്കറ്റിലൊന്ന് കൈവച്ച് നോക്കി. ഗീതുവിൻ്റെ ആ കുഞ്ഞു തോണി ഇപ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്നുള്ള ആ പോക്കറ്റിൽ ഭദ്രമായിരിപ്പുണ്ട്. ഉള്ളിലൊരു ചെറിയ സന്തോഷം തോന്നിയെങ്കിലും കോളേജ് ഗേറ്റ് കടന്ന് സ്റ്റാഫ് റൂമിൽ കയറിയപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ആ പഴയ ഗൗരവം തന്നെ വരുത്തി തീർത്തു. അപ്പോഴാണ് അങ്ങോട്ട് സീനിയർ പ്രൊഫസറായ മധുറാം മാഷ് വന്നത്. എന്താ ആകാശേ, ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ, നനയാതെ വീട്ടിലെത്തിയോ എന്ന് മാഷ് ചോദിച്ചപ്പോൾ ആകാശ് തൻ്റെ പോക്കറ്റിലെ ആ തോണി ഓർത്ത് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. അവൻ പെട്ടെന്ന് ആ ചിരി മറിച്ചുകൊണ്ട് എത്തി മാഷേ, കുഴപ്പമില്ലായിരുന്നു, ചെറിയൊരു നനവ് മാത്രം എന്ന് മറുപടി നൽകി. മനസ്സ് നിറയെ ക്ലാസ്സിലേക്ക് പോകാനുള്ള വെമ്പലായിരുന്നു അവന്. ഫസ്റ്റ് പീരീഡ് തേർഡ് ഇയറിൻ്റെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ആകാശിൻ്റെ നെഞ്ചിടിപ്പ് അല്പം കൂടിയിട്ടുണ്ടായിരുന്നു. വരാന്തയിലൂടെ നടക്കുമ്പോൾ അവൻ തൻ്റെ കയ്യിലെ പുസ്തകങ്ങൾ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ക്ലാസ്സിൽ കയറി അറ്റൻഡൻസ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു വലിയ നിശബ്ദതയായിരുന്നു. സാധാരണ അവിടെ കേൾക്കാറുള്ള ആ അടക്കം പറച്ചിലുകളോ ചിരിയോ ഇന്നില്ല. ഗീതു ഇന്ന് തല താഴ്ത്തിയാണ് ഇരിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു ധൈര്യമൊന്നും അവളുടെ മുഖത്തില്ല. ഇടയ്ക്കിടെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ തുമ്പിൽ വിരലുകളിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു. റോൾ നമ്പർ 12 ഗീതു എന്ന് വിളിച്ചപ്പോൾ അവൾ പതുക്കെ കൈപൊക്കി. പ്രസന്റ് സാർ എന്ന് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആകാശ ബോധപൂർവം അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അടുത്ത നമ്പറിലേക്ക് കടന്നു. തൻ്റെ പോക്കറ്റിൽ അവൾ ആ തോണിയിട്ടത് മാഷ് അറിഞ്ഞുവെന്ന് ഗീതുവിന് ഉറപ്പായിരുന്നു. അതിൻ്റെ ഒരു വലിയ ചമ്മലും പേടിയും അവളുടെ ആ വലിയ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. അവളുടെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് സന എന്തൊക്കെയോ ചോദിച്ച് അവളെ തോണ്ടുന്നുണ്ടെങ്കിലും ഗീതു ഒന്നും മിണ്ടാതെ ഡെസ്കിലേക്ക് തന്നെ നോക്കിയിരുന്നു. ക്ലാസ്സിൽ മാഷ് കവിത വായിക്കുമ്പോഴും അവളുടെ ശ്രദ്ധ മുഴുവൻ മാഷിൻ്റെ മുഖത്തായിരുന്നു. മാഷ് ദേഷ്യത്തിലാണോ അതോ സന്തോഷത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോൾ ആകാശ് പുസ്തകങ്ങളും എടുത്ത് പതുക്കെ വരാന്തയിലൂടെ നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്ന് പരിചിതമായ ആ കൊലുസിൻ്റെ ശബ്ദം കേട്ടു. വളരെ വേഗത്തിലാണ് ആ ശബ്ദം വരുന്നത്. ഗീതു പതുക്കെ അവൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. ആകാശ് അതറിഞ്ഞിട്ടും തൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറച്ചില്ല. ഒടുവിൽ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തെത്താറായപ്പോൾ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ കുറച്ച് വേഗത്തിൽ നടന്ന് അവൻ്റെ ഒപ്പമെത്തി. മാഷേ, വളരെ പതുക്കെയുള്ള എന്നാൽ ഉള്ളിൽ ഒരുപാട് പേടിയുള്ള ഒരു വിളി. ആകാശ് പെട്ടെന്ന് നടപ്പ് നിർത്തി. കയ്യിലിരുന്ന ബുക്കുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പക്ക ഒരു പ്രൊഫസറുടെ ഗൗരവത്തിൽ അവളെ തിരിഞ്ഞു നോക്കി. എന്താ ഗീതു, എന്തെങ്കിലും സംശയമുണ്ടോ? അവൾ തൻ്റെ ചുരിദാറിൻ്റെ തുമ്പിൽ വിരലുകൾ ഇട്ടുകൊണ്ട് ആകെ ചമ്മി നിൽക്കുകയാണ്. വിക്കിയാണ് അവൾ സംസാരിച്ചത്. അതിന് മാഷേ, ഇന്നലെ ഞാൻ അറിയാതെ, അതായത് ആ തോണി മാഷിൻ്റെ പോക്കറ്റിൽ. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആകാശ് അവളുടെ ആ വെപ്രാളവും വിറയലും കണ്ട് ഉള്ളിൽ ചിരിച്ചുവെങ്കിലും പുറമേക്ക് കടുപ്പത്തിൽ തന്നെ നിന്നു. തോണിയോ? എന്ത് തോണി? താൻ ക്ലാസ്സിലിരുന്നുണ്ടാക്കിയ കടലാസ് കഷ്ണത്തിൻ്റെ കാര്യമാണോ? അതൊക്കെ ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഡസ്റ്റ്ബിന്നിൽ എറിഞ്ഞു കളഞ്ഞു. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തരം കുസൃതികൾ കാണിച്ചാൽ അടുത്ത തവണ ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ക്ലാസ് ഇരുന്നാൽ മതി, പൊയ്ക്കോ എന്നൊരൊറ്റ പറച്ചിൽ. അത് കേട്ടതും ഗീതുവിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി. കണ്ണുകൾ പതുക്കെ നിറയുന്നത് പോലെ തോന്നി. മാഷത് വായിച്ചു കാണില്ലേ, അതോ വായിച്ചിട്ടും തന്നെ ദേഷ്യപ്പെടുകയാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി തിരികെ ക്ലാസ്സിലേക്ക് നടന്നു. പക്ഷെ ക്ലാസ് റൂമിൽ തിരിച്ചെത്തി ബെഞ്ചിൽ വന്നിരുന്നപ്പോഴേക്കും അവളുടെ ഉള്ളിലെ ആ പഴയ കുസൃതിക്കാരി പെട്ടെന്നൊരു വാശിക്കാരിയായി മാറി. സന വന്ന് കാര്യം തിരക്കിയപ്പോൾ ഗീതു ദേഷ്യത്തോടെ ബെഞ്ചിൽ കൈകൊണ്ട് തട്ടി പതുക്കെ പറഞ്ഞു. ഡസ്റ്റ്ബിന്നിൽ എറിഞ്ഞു കളഞ്ഞല്ലേ, മാഷിനെ കൊണ്ട് തന്നെ ഞാനത് തിരികെ എടുപ്പിക്കും. എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വില കുറച്ച് കാണണ്ട. അവളുടെ ഭാവം ആകെ മാറി മറിഞ്ഞിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഗീതു ആകാശിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. മാഷ് എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ ഒരു നിഴൽ പോലെ അവളുമെത്തും. വൈകുന്നേരങ്ങളിൽ മാഷ് ലൈബ്രറിയിൽ പോകുമ്പോൾ അവൾ അവിടെ വന്ന് ഏതോ ഒരു വലിയ പുസ്തകം നിറയുന്നതായി അഭിനയിച്ച് മാഷിൻ്റെ തൊട്ടടുത്തുള്ള റാക്കിന് മുന്നിൽ വന്ന് നിൽക്കും. മാഷ് വരാന്തയിലൂടെ നടന്നു വരുമ്പോൾ ബോധപൂർവം ഫ്രണ്ട്സിനോട് സംസാരിച്ച് അവൻ്റെ മുന്നിൽ വന്ന് തടസ്സമായി നിൽക്കും. പക്ഷെ ആകാശ് ഒരു കൗശലക്കാരനായിരുന്നു. അവൾ മുന്നിൽ വരുമ്പോഴൊക്കെ അവൻ കൂടെയുള്ള മറ്റേതെങ്കിലും മാഷന്മാരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവളെ പൂർണ്ണമായും ഒഴിവാക്കും.
ഒരു വശത്തേക്ക് മാറി നിന്ന് സംസാരിക്കുവാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അവൻ അവൾക്ക് ഒട്ടും പിടികൊടുത്തില്ല. അവളുടെ നോട്ടത്തെ പോലും അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് ആകാശ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരാന്തയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഗീതു കയ്യിലൊരു ടെക്സ്റ്റ് ബുക്കുമായി എവിടെ നിന്നോ അവൻ്റെ മുന്നിൽ വന്ന് ചാടി. ഇത്തവണ അവളുടെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഈ കവിതയുടെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാമോ? എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. എക്സാമിന് ചോദിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ ബുക്ക് നീട്ടി. ആകാശ് ബുക്ക് വാങ്ങി നോക്കുമ്പോൾ അവൾ വിരൽ ചൂണ്ടി കാണിക്കുന്നത് പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചുമുള്ള ഒരു മനോഹരമായ കവിതയായിരുന്നു. അവൾ തന്നെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് കാര്യം വ്യക്തമായി മനസ്സിലായി. അവൾ തൻ്റെ മനസ്സിലിട്ട് പറയാൻ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന്. ആകാശ് ആ ബുക്ക് വാങ്ങി ഒന്നുകൂടി നോക്കിയിട്ട് വളരെ ശാന്തമായി പറഞ്ഞു, ഇതിന് മദറാം മാഷ് ക്ലാസ്സിൽ കൃത്യമായി നോട്ട്സ് തന്നിട്ടുണ്ടല്ലോ ഗീതു. താൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാകാത്തത്. സംശയമുണ്ടെങ്കിൽ മദറാം മാഷിനോട് തന്നെ പോയി ചോദിക്കേ. ഞാൻ ഈ കോളേജിൽ വരുന്നതിന് മുമ്പ് മാഷല്ലേ ഈ ഭാഗമൊക്കെ എടുത്തത്. കൂടാതെ അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും സീനിയറുമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞ് ബുക്ക് തിരികെ നൽകി അവൻ അവിടെ നിന്നും ഒരൊറ്റ നടപ്പ് നടന്നു നീങ്ങി. വരാന്തയിൽ ഒറ്റയ്ക്ക് നിന്ന് പോയ ഗീതുവിന് ആകെ ദേഷ്യം വന്നു. അവളുടെ പ്ലാനുകളെല്ലാം മാഷ് ഇല്ലാതാക്കുകയാണ്. അവൾ കാല് തറയിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പതുക്കെ പിറുപിറുത്തു. ഈ മാഷിനൊട്ടും മനുഷ്യ പറ്റില്ലേ. ഇത്രയൊക്കെ കൺമുന്നിൽ വന്ന് കാണിച്ചിട്ടും ഒരു ഭാവമാറ്റമില്ലല്ലോ. കല്ല് പോലൊരു മനുഷ്യൻ. ഇതിൻ്റെ ഒരു മറുപടി ഞാൻ കൃത്യമായി തരുന്നുണ്ട് മാഷേ. എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഒഴിവാക്കണ്ട. ആകാശ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു വലിയ പുഞ്ചിരി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. വരാന്തയിലെ തൂണിൻ്റെ മറവിൽ നിന്ന് അവൻ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീതു ദേഷ്യം കൊണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ടു. അവളുടെ ഈ പുറകെ നടത്തവും കുറുമ്പും ദേഷ്യവുമെല്ലാം അവൻ ഉള്ളിൽ അത്രമേൽ ആസ്വദിക്കുകയായിരുന്നു. അവളോട് സംസാരിക്കാൻ തോന്നുമ്പോഴൊക്കെ ഒരു അധ്യാപകൻ്റെ ലക്ഷ്മണരേഖ അവൻ ഓർത്തു പോവുകയായിരുന്നു. അവൾ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു, അവൻ പിടികൊടുക്കാനും. കോളേജ് ക്യാമ്പസിൽ അവർ പോലും അറിയാതെ ആ പ്രണയത്തിൻ്റെ മനോഹരമായ ഒളിച്ചുകളി അങ്ങനെ നീണ്ടുപോവുകയായിരുന്നു.